Hi dears, welcome back to Again Learning. ഞങ്ങൾ സ്വന്തം ശ്രീരാജാണ്. സോ ഞാൻ ഇന്ന് വന്നിട്ട് നമ്മുടെ +2 ഓണം എക്സാമിന് എന്തായാലും ചോദിക്കാൻ പറ്റുന്ന ഷുവർ ആയിട്ടും 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മുടെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. ഓക്കെ അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. ഓക്കെ, സോ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് സിമ്പിൾ ആയിട്ട് നോക്കിയാലോ. സോ നോക്കിക്കേ, ഇതാ ഈ ഒരു ഫിഗർ കണ്ട ക്ലിയർ ആയിരിക്കും അല്ലെ. ഇതാ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും അറിയാം അല്ലെ. ഇതാരാ നമ്മുടെ നോക്കിയേ, ഇതാരാണ് നമ്മുടെ തൻസീർ സാറാണ്, ഇത് നമ്മൾ ആരാണ്, നമ്മളെ സലാം സാറാണ്, ഇത് ഞാനാണ് അല്ലെ. ഈ മൂന്നാളെ നിങ്ങൾക്ക് അറിയാം അല്ലെ. തൻസീർ സാർ ആരാ നമ്മുടെ, യെസ് നമ്മുടെ ഫിസിക്സിന്റെ പുലി അല്ലെ. നമ്മുടെ സലാം സാർ ഫിസിക്സിന്റെ പുലിയാണ്. ആൻഡ് ഒപ്പം ഞാൻ ചെറുതായിട്ട്. ഓക്കെ റെഡി. ഓക്കെ, ആൻഡ് ഇയാളെ നമുക്ക് അറിയോ? അറിയില്ല അല്ലെ, അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അയാളെ കണ്ടുപിടിക്കണം. റെഡി അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അറിയാത്ത ഒരാളെ കണ്ടുപിടിക്കാൻ പോവാണ്. എന്ത് വെച്ചിട്ട്? ഈ അറിയുന്ന ആൾക്കാരെ വെച്ചിട്ട് അല്ലേ. ഈ മൂന്ന് ആൾക്കാർ എന്താണ്, ഫിസിക്സ് ടീച്ചേഴ്സ് ആണല്ലേ. അപ്പൊ എന്തായിരിക്കും ഇത് ഫിസിക്സ് ടീച്ചർ ആവണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, അറിയുന്ന നോൺ ആയിട്ടുള്ള ആളെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മള് അൺനോൺ ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ആളെയല്ല കണ്ടുപിടിക്കാൻ പോകുന്നത്, ആരെയാണ്? യെസ്, ഈ ആൾക്കാരൊക്കെ പ്ലേസ് ആരുണ്ട്, നമ്മുടെ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഇവിടെ നോക്കിക്കേ, റെസിസ്റ്റേഴ്സിനെ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഇത് നമ്മുടെ റെസിസ്റ്റർ പി ആണ് വിചാരിക്കട്ടെ, ഇത് Q ആണ്, ഇത് R ആണ്, ഇത് S ആണ്. സോ നമ്മൾ റെസിസ്റ്റേഴ്സ് നമ്മൾ പേര് കൊടുത്തു. റെഡി അല്ലേ? സോ നമുക്ക് എന്തറിയാം, നമുക്ക് ഇവിടെ P അറിയാം, R അറിയാം, S അറിയാം. നമുക്ക് Qവിനെ അറിയില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇമേജിൻ ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, Qവിനെ നമുക്ക് അറിയണം. അതിന് നമുക്ക് എന്ത് വേണം, ഒരു ഇക്വേഷൻ വേണം. വേണ്ടേ? ആ ഇക്വേഷൻ ഡെഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, ബാലൻസിങ് ഓഫ് ദി വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ്. അല്ലെങ്കിൽ ഈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാം. എന്താ വരിക, എ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് is an electrical circuit used to measure the unknown resistance by balancing the circuit. അല്ലെ, സർക്യൂട്ട് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അൺനോൺ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാം വിത്ത് ദ നോൺ വാല്യൂസ് അല്ലെങ്കിൽ നോൺ റെസിസ്റ്റൻസ് വാല്യൂസ്. റെഡി അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു എന്ത് നമ്മളുടെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കിയാലോ. അതിനുവേണ്ടി നോക്കിക്കേ, അതിനുവേണ്ടി ഞാൻ ഇവിടെ ഓരോ ജംഗ്ഷനും ഞാൻ ഓരോ പേര് കൊടുക്കാൻ പോവാണ്. ഇത് A ആണ്, ഇത് B ആണ്, ആൻഡ് ദിസ് C ആൻഡ് ദിസ് ഇസ് D. റെഡി. ആൻഡ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഏതാണ് നമ്മുടെ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ ഞാൻ അവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഏത് ലൂപ്പിലാണ് അറിയണ്ടേ, ഏത് ലൂപ്പിലാണ്? ആദ്യത്തെ ലൂപ്പ് നമുക്ക് എടുക്കാം, കൺസിഡർ ദ ലൂപ്പ് അല്ലെ. കൺസിഡർ ദ ലൂപ്പ്. ഏതാ നമ്മളെ ലൂപ്പ്, ഏതാണ് നോക്കിക്കേതാ, യെസ് ഫസ്റ്റ് ലൂപ്പ് ഏതാണ്, ABDA അല്ലെ. ABDA എന്ന് പറഞ്ഞ ലൂപ്പ് എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. ABDA റെഡി അല്ലേ? സോ ABDA എന്ന് പറഞ്ഞ ലൂപ്പിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ യെസ് കിർച്ചോഫ് ലൂപ്പ് റൂൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ നമുക്കറിയാം അല്ലെ, എന്തൊക്കെയാണ്, ദ പ്രൊഡക്റ്റ് ഓഫ് ദി കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെ. The sum of the products of the current and resistance is equal to എന്താണ്, EMF of that circuit ആണല്ലേ. ആ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിന്റെ അകത്തുള്ള EMFന് ഈക്വൽ ആയിരിക്കും ആര്, ആ സർക്യൂട്ടിന്റെ അകത്തുള്ള ആരൊക്കെ റെസിസ്റ്റൻസിന്റെയും കറണ്ടിന്റെയും പ്രൊഡക്റ്റിന്റെ സമ്മുകൾ. ഇപ്പൊ കറണ്ട് വേണ്ടേ, അപ്പൊ എന്താ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാൻ നോക്കിയോ. കറണ്ട് വരാൻ പോവാണേ, നമ്മളെ സെല്ലിന്റെ അന്ന് I കറണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആൻഡ് ഈ കറണ്ട് ഇങ്ങനെ വന്ന് ഈ ഒരു ജംഗ്ഷൻ എത്തിയ സമയത്ത് ആ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, ഒന്ന് I1 ആൻഡ് രണ്ടാമത്തെ ആരാണ്, I2 ആണ്. സോ I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ആൻഡ് അഗൈൻ നോക്കിക്കേ, ഈ I1 എന്ന് പറഞ്ഞ കറണ്ട് ഇങ്ങനെ പോയി ഈ ജംഗ്ഷൻ എത്തിയ സമയത്ത് അവിടെ അഗൈൻ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്തെന്നാണ്, നമ്മുടെ ഗാൽവനോമീറ്ററിലേക്കുള്ള കറണ്ടുമായി ആൻഡ് ഇതാരാണ് നമ്മുടെ മറ്റൊരു കറണ്ടുമായിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്തു അല്ലെ. അങ്ങനെ രണ്ട് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഗാൽവനോമീറ്ററിലേക്കുള്ള കറണ്ട് അല്ലേ. സോ IG എന്ന് വിളിക്കാം. ആൻഡ് മറ്റേ അല്ലെ നമ്മൾ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോയ മറ്റൊരു കറണ്ട് ഇല്ലേ, അത് നമ്മൾ വിളിക്കാൻ പോവാണ് I3. റെഡി. ആൻഡ് നോക്കിക്കേ, ഇവിടുന്ന് IG എന്ന് പറഞ്ഞ കറണ്ട് ഇങ്ങോട്ട് വന്നത് ഈ ജംഗ്ഷനിൽ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ I2 എന്നുണ്ട് ഇങ്ങനെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ഈ ജംഗ്ഷനിൽ നിന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ IG-യും അതേപോലെ തന്നെ I2-ഉം കൂടി കമ്പൈൻ ചെയ്ത് പുതിയൊരു കറണ്ട് ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാണ്. ഏതാണ് കറണ്ട്, ഏതാണ് I4 എന്ന് പറയാം. റെഡിയാണ്, ആരാണ്, I4 ആണ്.
റെഡി അല്ലേ? സോ എല്ലാ ബ്രാഞ്ചിലേക്കുമുള്ള കറണ്ട് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. റെഡി അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ലൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. ABDA എന്ന് പറഞ്ഞ ലൂപ്പ് ഞാൻ എന്താ കൺസിഡർ ചെയ്യാണ്. അവിടെ ഞാൻ എന്റെ കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താ പറഞ്ഞത്? സം ഓഫ് ദി പ്രൊഡക്ട്സ് ഓഫ് ദി കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ EMF ഓഫ് ദ സെൽ ഇൻ ദാറ്റ് ലൂപ്പ്. അപ്പൊ എന്ത് ചെയ്യാൻ പോവാണ് നോക്കിയേ, ഇതാ ഇവിടെ നിന്നാ വരുന്ന നമ്മുടെ I കറണ്ടേ, ഇതാ ഇവിടുന്ന് I1 ആയിട്ട് പോവല്ലേ. അപ്പൊ നോക്കിയേ I1 ഇതാ എങ്ങോട്ടേക്കാ, നമ്മുടെ ആദ്യത്തെ റെസിസ്റ്റർ ആരാണ്, ഇതാ P എന്ന് പറഞ്ഞ റെസിസ്റ്ററിൽ കൂടെ പോവാണ് അല്ലേ. സോ എന്താ പറയാ, പ്രൊഡക്റ്റ് ഓഫ് ദി കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് അല്ലേ. സോ ആദ്യത്തെ ആളാണ് എന്താണ് I1P. ഓക്കെ, അടുത്തതിലേക്ക് പോവാൻ നോക്കിയേ, ഇതാ കറണ്ട് ഇതാ മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. എന്താണ് IG എന്ന് പറഞ്ഞ കറണ്ട് ആണ്. നമ്മളെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് നമുക്ക് G ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ എന്തായിട്ട് മാറി, പ്ലസ് IgG എന്ന് പറയാം, പ്ലസ് IgG. ആൻഡ് അഗൈൻ നോക്കിക്കേ, ഇതാ കറണ്ട് ഇതാ ഇങ്ങനെ പോകുന്നു, ഇതാ ഇങ്ങോട്ടേക്കല്ലേ, നമ്മുടെ ലൂപ്പ് ഇതാ നമ്മൾ എടുത്ത ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണല്ലേ. സോ ഇങ്ങനെ പോയി ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാണ്. സോ പാസ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ, ഇതാണ് നമ്മുടെ റെസിസ്റ്റർ R അല്ലെ. കറണ്ട് എങ്ങോട്ടേക്കാ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ഇങ്ങോട്ടേക്കല്ലേ, തിരിച്ചല്ലേ. സോ നമുക്ക് നെഗറ്റീവ് സൈൻ കൊടുക്കാം. സോ എന്ത് വരും, I2 into R എന്ന് പറയാം. സോ മൈനസ് I2 into R ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം അല്ലെ, EMF ഓഫ് ദി സെൽ ആണ്, ഇൻ ദാറ്റ് ലൂപ്പ് ആണ്. ആ ലൂപ്പിൽ സെൽ ഉണ്ടോ, ഇല്ല. സോ നമുക്ക് കൊടുക്കാം 0 എന്ന് കൊടുക്കാം. റെഡി അല്ലേ? സോ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് മാറി, ഫസ്റ്റ് ഇക്വേഷൻ. റെഡി. ആൻഡ് അഗൈൻ ഞാൻ അടുത്ത ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ദ ലൂപ്പ്. ഏതാണ് അടുത്ത ലൂപ്പ്? ഇടാൻ നോക്കിക്കേ, അടുത്ത ലൂപ്പ് ഏതാ നോക്കിക്കേതാ, ഇതാണ് നമ്മൾ അടുത്ത ലൂപ്പ് അല്ലെ. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് B അല്ലെ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, BCDB അല്ലെ. BCDB എന്ന് പറഞ്ഞ ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ദ ലൂപ്പ് BCDB. ഓക്കെ, BCDB എന്ന് പറഞ്ഞ ലൂപ്പ് കൺസിഡർ ചെയ്തു. അവിടെയും ഞാൻ അത് അപ്ലൈ ചെയ്യാൻ പോവാണ്, നമ്മുടെ കിർച്ചോഫിന്റെ ലൂപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ എന്ത് വരും നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ എന്ത് വരും വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, യെസ് I3 into Q അല്ലെ. I3 into Q ആണ് അല്ലെ, ഒരേ ഡയറക്ഷൻ വിടുമ്പോൾ പ്ലസ് കൊടുക്കാം. സോ I3Q. അടുത്ത നമ്മൾ നോക്കാം, നോക്കിക്കേ, നമ്മുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ റെസിസ്റ്റർ S ഉണ്ട്. ആൻഡ് I4 കറണ്ട് തിരിച്ച് ഓപ്പോസിറ്റ് അല്ലെ. സോ മൈനസ് I4S എന്ന് പറയാം, മൈനസ് I4S. റെഡി അല്ലേ? നോക്കിക്കേ, നമ്മൾ എടുത്ത ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് പോവാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ IG ഓപ്പോസിറ്റ് ആണല്ലേ. സോ IG into G എന്ന് പറയാം. സോ എന്താണ്, മൈനസ് IG into G ഈക്വൽ ടു എന്താണ്, EMF ഓഫ് ദി സെൽ ആണ്. പക്ഷെ നമ്മുടെ ലൂപ്പിൽ എന്തില്ല, സെൽ ഇല്ല. സോ നമുക്ക് എന്ത് പറയാം, അവിടെ 0 ആയിരിക്കും വരിക. നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി, 2 ആയിട്ട് മാറി. ആൻഡ് നമ്മുടെ ഈ ഒരു ഈസ്റ്റേൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ അല്ലെ, ഇഫ് ദ ബ്രിഡ്ജ് ഈസ് ഇൻ ബാലൻസ്ഡ് കണ്ടീഷൻ, ഇത് ബാലൻസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ എന്ത് ഇല്ല അറിയാം, നമ്മുടെ ഗാൽവനോമീറ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ IG അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതാണ് ബാലൻസ്ഡ് കണ്ടീഷന്റെ ഒരു എന്ത് ക്രൈറ്റീരിയ അവിടെ എന്തായിരിക്കും, ഗാൽവനോമീറ്റർ കറണ്ട് എവിടെ നിന്നായിരിക്കും, 0 ആയിരിക്കും. റെഡി അല്ലേ? എന്ന് വെച്ചാൽ IG എന്ന് പറഞ്ഞ ആളില്ലാതെ 0 ആണ്. റെഡി അല്ലേ? നോക്കിക്കേ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും നോക്കിയോ. ഫസ്റ്റ് ഇക്വേഷൻ ബിക്കം അല്ലെ, ഫസ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു നോക്കിക്കേ, I1P പ്ലസ് അവിടെ എന്തുണ്ട് അറിയോ, യെസ് IgG ആണ്. IG 0 ആയില്ലേ. സോ IgG മൊത്തം ആയിപ്പോയി, 0 ആയിപ്പോയി. സോ 0 മൈനസ് അവിടെ ആരുണ്ട്, I2R ഉണ്ട് അല്ലെ, I2R ഉണ്ട് ഈക്വൽ ടു 0 ആണ്. ഈ മൈനസ് I2R എപ്പുറത്ത് എടുക്കാൻ എന്തായിട്ട് മാറും, യെസ് പ്ലസ് I2R ആയിട്ട് മാറി. സോ അവിടെ എന്ത് കിട്ടി നമുക്ക്, I1P അല്ലെ, ഇവിടെ I1 ആണ്. സോ I1P ഈക്വൽ ടു വന്നു I2R എന്ന് വന്നു. റെഡി അല്ലേ? I1P എന്നാണ്, I2R ആണ്. നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്തായിട്ട് മാറുന്ന അറിയാൻ നോക്കിക്കോ. സെക്കൻഡ് ഇക്വേഷൻ ഏതാണ്, I3Q മൈനസ് അടുത്തതാണുള്ളത് നോക്കിക്കേ, I4S ആണ്. I4S മൈനസ് അവിടെ IgG അല്ലേ, IG 0 ആണ്. സോ IgG 0 ആയിപ്പോയി. സോ മൈനസ് 0 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ അല്ലേ ഈ മൈനസ് I4S ഇപ്പുറത്തെ എടുത്ത് എന്തായിട്ട് മാറും, പ്ലസ് I4S ആണ്. സോ I3Q ഈസ് ഈക്വൽ ടു എന്താണ്, I4S ആണ്. സോ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയാം. റെഡി അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ആൻഡ് അഗൈൻ ഞാൻ എന്താ അവിടെ വേറൊരു കാര്യം പറയാൻ പോവാണ്. ഇൻ ബാലൻസ്ഡ് കണ്ടീഷൻ അല്ലെ, അഗൈൻ നോക്കിയോ, ഇൻ ബാലൻസ്ഡ് കണ്ടീഷനിൽ അല്ലെ, ബാലൻസ്ഡ് കണ്ടീഷൻ എന്താ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്താണ്, IG 0 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാ നമ്മളുടെ ഫിഗർ എടുക്കാം. ഇവിടുന്ന് I1 കറണ്ട് വരുന്നു,
ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് I3യും IG ആയിട്ട് പോവാ. നമുക്കറിയാം IG അവിടെ 0 ആ. അപ്പൊ വന്ന I1ൽ നിന്ന് IG ഒന്നും പോയിട്ടില്ല, 0 അപ്പൊ വന്ന I1 മൊത്തം എന്തായിട്ട് പോയിട്ടുണ്ട് ഇവിടെ I3 ആയിട്ടാണ് പോയല്ലേ. സോ നമുക്ക് എന്ത് പറയാം അവിടെ I1 ഈസ് ഈക്വൽ ടു I3 എന്ന് പറയാം. I1 ഈസ് ഈക്വൽ ടു I3 എന്ന് പറയാം. റെഡി അല്ലേ? നേരെ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നോക്കിക്കേ, ഇതാ ഇവിടുന്ന് IG ഇതാ വരുന്നുണ്ട് ആൻഡ് I2 വരുന്നുണ്ട്. രണ്ടും കൂടി കമ്പനി എന്തായിട്ട് മാറും I4 ആയിട്ട് മാറും. പക്ഷെ IG 0 അപ്പൊ വരുന്ന മൊത്തം I2 മൊത്തം അല്ലെ എല്ലാം എന്തായിട്ട് മാറി ഇവിടെ I4 ആയിട്ട് മാറി. കാരണം IG എന്ന് പറഞ്ഞ കറണ്ട് 0 അപ്പൊ എന്ത് പറയാം I2 ഈസ് ഈക്വൽ ടു I4 നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. I2 ഈസ് ഈക്വൽ ടു I4 ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്ന് അറിയോ? ഇതാ അടുത്തേക്ക് കൊടുക്കാൻ പോവാണെന്ന് നോക്കിയോ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ 3 divided by 4 ചെയ്യാൻ പോവാണ്. ഇംപ്ലൈസ് എന്ത് വരും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ വരിക? 3യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് I1P ആണ്, 4ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് I3Q ആണ്. റെഡി അല്ലേ? ഈക്വൽ ടു അടുത്ത എന്താടാ വരിക? യെസ്, 3ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് I2R ആണ് ആൻഡ് 4ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് I4S ആണ്. നമ്മൾക്കറിയാം ഇവിടെ I1ഉം I3 ഈക്വൽ അല്ലേ? നോക്കിക്കേ, I1ഉം I3 ഈക്വൽ ആ. സോ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ ക്യാൻസൽ ചെയ്തു. ആൻഡ് നമ്മൾ പറഞ്ഞ എന്താണ് I2ഉം I4ഉം സെയിം ആ. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതാ I2ഉം I4ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി അവിടെ എന്ത് വന്നു? P/Q ഈസ് ഈക്വൽ ടു R/S അല്ലേ? നമുക്ക് കിട്ടി P/Q ഈസ് ഈക്വൽ ടു R/S. ഇതാണ് നമ്മളുടെ എന്ത് വരിക അറിയാം? നമ്മുടെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ വരിക. നോക്കിക്കേ, P/Q ഈസ് ഈക്വൽ ടു R/S. ഇതാണ് നമ്മളുടെ എന്ത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ. നിങ്ങളുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് എന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, കറക്റ്റ് ആയിട്ട് എഴുതുക. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.